ഹരി ഓം. ഇന്ന് അദ്വൈതാമൃതത്തിന്റെ 24-ാം ദിവസം. ഇന്ന് നമ്മളോടൊപ്പം സ്വാമികൾക്ക് അസൗകര്യമാണെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് സ്വാമികളില്ല. പകരം സ്വാമിനി വിഷ്ണുപ്രിയയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ജനനി നവരത്ന മഞ്ജരി എന്ന ദാർശനിക കൃതിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആദ്യമായി ഗുരുസ്തുതിയും ദൈവദശകവും. ഇന്ന് ദൈവദശകം ആലപിക്കുന്നത് ഇന്ദിരാദേവിയൊക്കെയാണ്. സ്വാഗതമാക്കാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിഞ്ഞു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവിതൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദ്രിക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർത്തിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഹരി ഓം. ജനനി നവരത്ന മഞ്ജരിയിലെ 3 ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലാം. ബാക്കിയുള്ള 3 ശ്ലോകങ്ങൾ പങ്കജാക്ഷനണ്ണനും അത് കഴിഞ്ഞ ശേഷം ഓമന സിക്കൊക്കെയാണ് ചൊല്ലുന്നത്. ജനനി നവരത്ന മഞ്ജരി. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്നു, അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു വലയും. എന്നാശയം ഗതി പെറും നാദഭൂമിയിലമർന്നാവിരാഭ പടരും, ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനി. ഇല്ലാതെ മായയിടുമുല്ലാസമൊന്നും അറിവല്ലാതെ എല്ലാ നിലനും, കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി, സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനി. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു
കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസ്സിൽ മറയും. കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ കണ്ടാനുഭൂതിയിലെഴും. തണ്ടാരിൽ വീണും അത് ഉണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂര്യസുകൃതി. ആരായുകിൽ തിരകൾ നീരായിടുന്നു, പണിനാരായിടുന്നു കുടവും. പാരായിടുന്നതിനു നേരായിടുന്നു ഉലകമോരാകിലുണ്ടകിലവും. വേരായ നിൻ കഴലിൽ ആരാധനം തരണമാരാലിരുന്നൊരു വരം. നേരായി വന്നിടുക വേറാരുമില്ല ഗതി, വേരാജയോഗ ജനനീ. മേലായ മൂലമതിലാലാവൃതം ജനനി നീലാസ്യമാടി വിടുമീ. കീലാലവായ്വനല കോലാഹലം ഭുവന ആലാപമാത്രമഖിലം. കാലാദിയായ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി മെയ്. മേലാകെ മൂടുവതിനാലാരുമുള്ളതറി ഈലാകമാന്ത നിലയേ. മീനായതും ഭവതി മാനായതും ജനനി നാഗവും നഗഖഗം. താനായതും ധര നദീനാരിയും നരനുമാനാഗവും നരകവും. നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ. ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. എൻ പാപമൈവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെന്ന്. അൻപാണുമൗറിയൊരിരുമ്പാം മനം ധനുരഹംഭാവിയാണു വിജയീ. അമ്പാതരുന്നു വിജയം പാപപങ്കിലം അഹംഭാനമാകുമതിനാൽ. വൻഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഭാനമാകുമഖിലം. തത്തായി നിന്നുപരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും. കൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി. കൊത്തായിടും വിഷയ വിസ്താരമന്നമതിനത്താവുമായി വിലസും. സിദ്ധാനുഭൂതിയിലുമെത്താതെയാമതി മഹത്തായിടും ജനനി നീ. ഭൂവാദിഭൂതമതിനാവാസമില്ലവറും ആഭാസമാമിതറിവിന്. ആഭാവിശേഷമിതിനാവാസമിങ്ങുലകിൽ ആപാദിതം ഭവതിയാൽ. നാവാദിതൻ വിഷയിതാവാസമറ്റ ഭവതാവാസമാകെ വിലസും. ദ്യോവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനീ വാഴ്ത്തുവാനുമരുതേ. ഹരി ഓം. അടുത്തതായി ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനി നവരത്ന മഞ്ജരി, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സ്വാമിനി വിഷ്ണുപ്രിയജിയെ എല്ലാവരുടെ പേരിലും സുമതിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനമൂലം ഗുരുർമൂർത്തിം
പൂജാമൂലം ഗുരുർപദം മന്ത്രമൂലം ഗുരുർവാക്യം മോക്ഷമൂലം ഗുരുകൃപ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് കിട്ടിയിരിക്കുന്ന വിഷയം നാരായണ ഗുരുദേവന്റെ ജനനി നവരത്ന മഞ്ജരി എന്ന കൃതിയാണ്. അറിവിന്റെ ദേവതയായ ശാരദാദേവിയെ ശ്രീ വർക്കല ശിവഗിരിയിലെ പ്രതിഷ്ഠ നടത്തുന്ന സമയത്താണ് ജനനി നവരത്ന മഞ്ജരി ഗുരുദേവൻ എഴുതുന്നത്. ഇത് അറിവിന്റെ ദേവതയ്ക്കായിട്ടുള്ള ഒരു കൃതിയാണ്. നമ്മൾക്ക് വായിക്കുമ്പോഴൊക്കെ എപ്പോഴെപ്പോ വായിച്ചാലും പുതിയ പുതിയ അർത്ഥങ്ങൾ വരുന്ന പോലെ തോന്നും. അത് തുടങ്ങി തരാം. എല്ലാവർക്കും ഇത് അറിയാം, ഈ കൃതി അറിയാം എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തൻ മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടെല്ലാം കടലിൽ ഒന്നായി വീണു വലയും. കേക്കാലോ അല്ലേ? എന്നാശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്ന വിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്നാടിടുന്നു ജനനി. ജനനി അമ്മയോടാണ് ചോദ്യം. ഒന്നായ മാമതിയിൽ നിന്ന്, ഏകവും ആദി കാരണവുമായിരിക്കുന്ന മഹത്തായ ഈ അറിവിൽ നിന്ന്, ഒന്നായ മാമതിയിൽ നിന്ന്, ആ അറിവിൽ നിന്ന് 1000 ത്രിപുടി വന്ന്, 1000 ത്രിപുടി എന്ന് വെച്ചാൽ ഒരു നിമിഷം എത്രയോ ജന്മങ്ങൾ എടുക്കണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് ജനിക്കും, പിന്നെ കുറച്ച് സമയം ഇവിടെ ഉണ്ടാകും, പിന്നീട് നശിച്ചു പോകും. അങ്ങനെ 3 അവസ്ഥകളിലാണ് ഒരു ജന്മം നടക്കുന്നത്. ആ 1000 ത്രിപുടി അങ്ങനെ ആ ഉണ്ടാകുന്ന എണ്ണിയാലൊടുങ്ങാത്ത തരം ത്രിപുടികള് 3 അവസ്ഥ ഉണ്ടാകും ജനിക്കുന്നവർക്കൊക്കെ. ഒന്ന് ജനനം, പിന്നെ വൃത്തി, പിന്നെ നാശം. ആശു ഒട്ടും കാലതാമസം കൂടാതെ തന്നെ തൻ മതി മറന്ന്, ഇങ്ങനെ അനേകം ത്രിപുടികളിലെ ഒരു ത്രിപുടിയിലെ ഒരു പുടം മാത്രമായിരിക്കുന്ന ഞാൻ പരമാർത്ഥത്തിൽ ആ അറിവ് തന്നെയാണെന്നുള്ളത് മറന്നു പോകുന്നു. ഏതറിവ്? ഏതറിവായിരിക്കും? ഈ ഒന്നായിട്ടിരിക്കുന്ന അറിവ്, ഒരു ഏകമായിട്ടിരിക്കുന്ന ഒരു അറിവുണ്ട്. ആ അറിവിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനിക്കും, പിന്നെ കുറച്ചു നാൾ വളരും, പിന്നെ നശിച്ചു പോകും. ഏതറിവിൽ നിന്നാണ്? ഒരറിവിൽ നിന്നാണ് ഈ ജനനമൊക്കെ ഉണ്ടാകുന്നത്. ഉണ്ടായി കഴിയുമ്പോൾ നമ്മളും അറിയുന്നു. പക്ഷെ നമ്മൾ ആ ഏകമായിട്ടിരിക്കുന്ന അറിവാന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ അറിവിനെ എന്ത് ചെയ്യും? മായ കൊണ്ട് മറച്ചു വെക്കും. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് മറയ്ക്കുന്നതെന്നാ പറയാൻ പോകുന്നത്. അന്നാദിയിൽ എന്ന് പറഞ്ഞാൽ അന്നം മുതലായ, നമ്മള് ഇങ്ങോട്ട് അമ്മയുടെ വയറിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് ആ വയറിൽ കിടക്കുമ്പോ അമ്മയ്ക്കൊരു വാക്ക്, ഭഗവാൻ ഒരു വാക്ക് കൊടുക്കൂ എന്ന് പറയണേ. ഞാൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഞാൻ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് ജീവിച്ചോളാന്ന് വയറിൽ കിടക്കുമ്പോ ഭഗവാൻ ഒരു വാക്ക് കൊടുക്കും. അതിനു മുന്നേ ഉള്ള ജന്മമൊക്കെ ജപിച്ചോ ജപിച്ചില്ലേ എന്ന് അറിയില്ല. ഈ ജന്മത്തിൽ ഞാൻ അതൊക്കെ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ട് വരുന്നത്. എന്തോ പെശക് കാരണം ഇങ്ങോട്ട് വന്ന് ഈ സൂര്യപ്രകാശമൊക്കെ തലയിലേക്ക് അടിച്ചു കഴിയുമ്പോ ഈ നാരായണന്ന് ജപിക്കാനുള്ള കാര്യം മാത്രം നമ്മളെല്ലാവരും മറന്നു പോവുക അല്ലേ? നമ്മൾ നിരന്തരം ജപിക്കണ്ടോ നാരായണന്ന്? ഇല്ല. സമയം കിട്ടുമ്പോ എല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടിയ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ ചിലപ്പോ നമ്മൾ ജപിക്കാതിരിക്കില്ല. പക്ഷേ ഈ ഭഗവാന് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നാരായണന്ന് ജപിച്ചിട്ട് ഈ ജീവിതം തീർത്തേക്കാന്ന്. അങ്ങനെ നമ്മൾ ചെയ്യണ്ടോ? ഗുരും പറയുന്നുണ്ട് എല്ലാ സമയത്തും ജപിക്കണമെന്ന്. പക്ഷെ നമ്മൾ അത്രയും കൃത്യമായിട്ടൊന്നും ചെയ്യില്ലേ, ഏതെങ്കിലുമൊക്കെ സമയത്ത് ജപിക്കും. അപ്പോ അങ്ങനെ അത് മറന്നു പോവാണ്. എന്തുകൊണ്ട്?
ഇങ്ങോട്ട് പുറത്തേക്ക് വയറിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴേക്കും എല്ലാവരും വലിയ സന്തോഷം. കുട്ടി ജനിച്ച്, പിന്നെ കുട്ടി കരഞ്ഞു, പിന്നെ കുട്ടീനെ കുളിപ്പിക്കുക, അങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ കൊടുത്ത വാക്കൊക്കെ അന്നേരം മുതലേ മറന്നു പോകും. പിന്നെ കുറച്ചുകൂടി വലുതാകാനുള്ള ശ്രമം ആകുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ചിന്ത മറന്നു പോകുന്നു. പിന്നെ അന്നം മുതലായ നമ്മൾക്ക് വിശപ്പ് വരുമ്പോൾ അന്നം വരണമെങ്കിൽ, അന്നം കഴിക്കണമെങ്കിൽ നമ്മൾ അതിന് കുറെ ക്രിയകളുണ്ട്, ഭക്ഷണം നമുക്ക് ആകണമെങ്കിൽ. അപ്പൊ അതിന്റെ പുറകിലൊക്കെ പോകുമ്പോഴും നമ്മളുടെ ചിന്ത മാറിപ്പോകും. ഈ ഒരൊറ്റ ചിന്ത മാറുന്നതിനുള്ള കാരണം വിശപ്പ്, ദാഹം, അതുപോലെയുള്ള ശരീരത്തിന് വരുന്ന അവസ്ഥകളാണ്. അന്നം തുടങ്ങിയ സുഖഭോഗ വസ്തുക്കൾ നമ്മൾക്ക് ശരീരത്തിന് സുഖം തരാൻ വേണ്ടി നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന വസ്തുവാണ് അന്നം. അന്നം ഇല്ലെങ്കിൽ നമ്മൾക്ക് അധിക ദിവസം ജീവിക്കാൻ പറ്റില്ല. 1-2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ക്ഷീണിതരാകും. അപ്പൊ അതിനുള്ള ആ ഒരു വലുതായി കഴിയുമ്പോ, അതിനു മുന്നേ വലുതാകാനായിട്ട് ഇരിക്കും, കിടക്കും, ഇരിക്കും, പിന്നെ നിൽക്കും, പിന്നെ നടക്കും. അത് കഴിഞ്ഞ് ആ സമയത്തൊന്നും നമുക്ക് അറിവുണ്ടാകില്ല. പിന്നെ അറിവൊക്കെ ആയി കഴിയുമ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം പഠിക്കും. അപ്പോൾ നമ്മൾ ഈ ഈശ്വര ചിന്തയോടുകൂടിയുള്ള വിദ്യാഭ്യാസം ഇല്ലെന്ന് സ്കൂളിൽ ഉണ്ടോ? ഒരു കഥ പോലും നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ ഇല്ല. ഗുരുദേവന്റെ ഒരു കൃതിയോ, ഒരു മഹാഭാരതത്തിലെ ഒരു കഥയോ, അല്ലെങ്കിൽ ഭാഗവതത്തിലെ ഒരു കഥയോ ഒന്നുമില്ല. മോറലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കുട്ടികളുടെ പാഠ്യവിഷയങ്ങളിലില്ല. അതൊന്നും ഇന്ന് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ തീരെ കുറവാണ്. അപ്പൊ ആ ഒരു അവസ്ഥയില് നമ്മള് ഈ വളർന്നു വരുന്ന സമയത്ത് ഈശ്വര ചിന്ത മാത്രമാണ് നമ്മൾ കുറയ്ക്കുന്നത്. എല്ലാവരും ചിന്തിച്ചു നോക്കിക്കോ. അത് മാത്രം കുറച്ച് മതി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും. എവിടെയെങ്കിലും പോകും, സാധനങ്ങൾ വാങ്ങും, കൂട്ടുകാരുടെ വീട്ടിൽ പോകും, പഠിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഈശ്വര ചിന്ത ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടിയാൽ മതി എന്ന് തോന്നും, അല്ലേ? വിശക്കുമ്പോ ഭക്ഷണം കഴിക്കും, കുളിക്കും, എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യാനായിട്ട് ഇത്തിരി അമാന്തം കാണിക്കും. നമ്മൾ ഭഗവാനെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. എന്ത്? എല്ലാ സമയത്തും ഭഗവാനെ വിചാരിച്ചോളാന്ന്. അത് മാത്രം നമ്മൾ കുറഞ്ഞു പോകുമ്പോഴാണ് കുഴപ്പം വരുന്നത്. അപ്പൊ അങ്ങനെ ഈ ഭക്ഷണത്തില് അന്നാദിയിൽ പ്രിയമുയർന്നാടല, അതിലേക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം വന്നു കഴിയുമ്പോ ആ കടലിലേക്ക് നമ്മൾ വീണു വലയും. അത് ഉണ്ടാക്കാനും, അത് ഭക്ഷിക്കാനും, അത് ദഹിക്കാനും, പിന്നെ അതിൽ നിന്ന് വരുന്ന വികാരങ്ങളൊക്കെ, ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് അതിലേക്ക് നമ്മൾ കടന്നു പോകും. പിന്നെ ഈശ്വര ചിന്ത നമ്മൾ മറന്നു പോകും. നമുക്ക് ശരീരത്തിന് നല്ലപോലെ വയറിന് നല്ല വിശപ്പൊക്കെ വന്നാൽ പിന്നെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടത്തിനും സൗകര്യത്തിനുള്ള സുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനൊക്കെ നമുക്ക് കുറച്ച് വിളിച്ചാൽ മതി എന്ന് തോന്നും. എനിക്ക് തോന്നാറുണ്ട്. ആ സമയത്ത് ഇച്ചിരി വിശപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഇതെന്തെങ്കിലും വിശക്കണേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കും. അതെല്ലാ സുഖങ്ങളും വന്നു കഴിയുമ്പോ ഈശ്വരൻ നമുക്ക് രണ്ടാമതായിട്ട് വരും. അങ്ങനെ എന്നാശയം ഗതി പെറും ആടലാം കടലില്. ഈ കടലിൽ ഇങ്ങനെ ദുഃഖമാകുന്ന ആ കടലിൽ ഇരിക്കുമ്പോ ഈ പൂർണ്ണമായിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ മുങ്ങിപ്പോകും. ഈ ഒരേ കാര്യങ്ങളിലേക്ക് നമ്മൾ മുങ്ങിപ്പോകും. വീണിട്ട് അങ്ങോട്ട് വലയും, അതിലേക്ക് തന്നെ വീണ് കിടക്കും. പിന്നെയോ എന്നാശയം, എന്റെ മനസ്സ് അഥവാ എന്റെ ഇരിപ്പിടം, ആ ഇരിപ്പിടം ഗതിപെറും അന്തിമ ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് നാദഭൂമിയില്, ആ അമ്മയുടെ ആ നാദമാകുന്ന അടുത്തേക്ക് നമ്മളെ അമർന്ന് അങ്ങോട്ട് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് വളരെ പതുക്കെയാണ്. ആഭ പടരും, നേരിട്ട് അനുഭവപ്പെടുന്ന തരത്തിലുള്ള പ്രകാശം എങ്ങും പടരുന്നതായിട്ട്. ഇങ്ങനെ ഇതെല്ലാം വിട്ടിട്ട് നമ്മള് ഇങ്ങനെ അമ്മയെ അറിയണമെന്ന് തോന്നുമ്പോൾ നമ്മള് പ്രാർത്ഥനയാകട്ടെ, യോഗയാകട്ടെ, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞാനമാകട്ടെ, ഏതിലൂടെ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുമ്പോഴും, നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ചെന്ന് തൊഴാനായിട്ട് നിന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? കൈയൊക്കെ കൂപ്പി, ക്ഷേത്രത്തിലേക്ക് ചെന്ന് കൈയൊക്കെ കൂപ്പി കഴിഞ്ഞ് എന്ത് ചെയ്യും? കണ്ണ് പതുക്കെ അങ്ങോട്ട് അടച്ചേക്കും, ഇല്ലേ? എല്ലാവരും ചെയ്യില്ലേ? കണ്ണടക്കൂലേ? അപ്പൊ എവിടെയായിരിക്കും ഭഗവാൻ? ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലാ. നമ്മൾ നിൽക്കുന്നത് ക്ഷേത്രത്തിലാണെങ്കിലും നമ്മൾ കണ്ണടച്ചു കഴിയുമ്പോ എവിടെയാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്? ആ ദേവനെ നമ്മുടെ ഉള്ളിൽ കാണും. അപ്പൊ കണ്ണങ്ങ് അടച്ചിട്ട്
നമ്മൾ ആ പ്രാർത്ഥന എങ്ങനെ ചൊല്ലുമ്പോ അല്ലെങ്കിൽ ആ ഭഗവാൻ എങ്ങനെ വിചാരിക്കുമ്പോ എവിടെ വരും ഭഗവാൻ? ആ കണ്ണടച്ചേക്കണേന്റെ രൂപത്തിൽ വരൂലേ? ഭഗവാന്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കില്ലേ? കണ്ണ് തുറന്നിട്ട് നമ്മൾ അധികം നേരം ഭഗവാനെ നോക്കൂല. കണ്ണങ്ങടെ അടച്ചിട്ട പ്രാർത്ഥന വരുമ്പോഴേ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ കണ്ണടഞ്ഞു പോകും. അപ്പൊ ആ രൂപത്തെ നമ്മൾ കാണും. അത് ഇങ്ങനെ ആ പ്രകാശം നമ്മളിൽ ഇങ്ങനെ പകരും. ആ പടരും. നേരിട്ട് നമുക്ക് അനുഭവപ്പെടും ആ ചൈതന്യം. ആ ഭക്തിയും ഭാവം ഒക്കെ അങ്ങോട്ട് കൂടി ചേർന്ന് കഴിയുമ്പോ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ചിന്നാഭിയിൽ ചിത്താകുന്ന ചിന്നാഭിയിൽ ത്രിപുടി അറുംപടി. ഈ ചിത്താകുന്ന നാഭി എന്ന് വെച്ചാൽ നമ്മളുടെ ഈ എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിത്തിലാണ്. ആ ചിത്താകുന്ന നാഭി അത് ഏത് ഭാഗത്താണോ ഇരിക്കണേ ആ ചിത്തില് ത്രിപുടി അറുംപടി, ഈ ത്രിപുടികള്, ഈ ജനന മരണ നാശങ്ങള് അറുംപടി തീർന്നു പോകുന്ന രീതിയിൽ കലർന്ന് അലിഞ്ഞു ചേരും. എങ്ങനെ? നമ്മൾ ഭഗവാനോട് ലയിച്ചു കഴിയുമ്പോ, നമ്മൾ ഭഗവാനായിട്ട് ഒന്നായിട്ട് കഴിയുമ്പോ പിന്നെ ജനന മരണങ്ങളെ കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കില്ല. എന്തായി പോവും? ഈശ്വരനായി പോവും. ആ പ്രാർത്ഥന അങ്ങനെയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആറിടുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ദുഃഖങ്ങളെല്ലാം തണുത്ത് നമ്മൾ ശാന്തമാകുന്നു. നല്ല പോലെ നമ്മൾ രാവിലെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, ഒരു കുറച്ച് സമയം പ്രാർത്ഥിച്ചു നോക്കി. ഡെയിലി നാമം ജപിച്ചിട്ട് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോ നമ്മൾ ആ ഈശ്വരനുമായിട്ടുള്ള താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഉണർവായിരിക്കും. ഉറക്ക ക്ഷീണമായിരിക്കില്ല, ഉറങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല. നമ്മൾ ആ നിരന്തരമുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ ഉണർന്നു വരുന്ന ഒരു വലിയ ഊർജത്തോടു കൂടിയല്ല. യോഗ ചെയ്യോ, ഭജന ചെയ്യോ, അല്ലെങ്കിൽ നാമം ചൊല്ലിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഉണർന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല ഊർജമായിരിക്കും നമ്മൾക്ക് കുറച്ച് സമയത്ത്. ആ സമയത്ത് നമ്മൾ വേഗം തന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന് എന്ത് ഗുണം ഉണ്ടാകും? ഈശ്വരാംശം ഉണ്ടാകും. കാരണം നമ്മൾ ആ ഈശ്വര ചിന്തയോട് കൂടിയല്ലേ നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യണം. അത് കഴിക്കുമ്പോഴോ കഴിക്കുന്ന നമ്മൾക്കും ആ ഈശ്വര സാന്നിധ്യം ഉണ്ടാകും. അപ്പൊ അങ്ങനെ നല്ല മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈശ്വര ചിന്ത ചെയ്യുന്നത്. അപ്പൊ ഗുരുദേവൻ പറഞ്ഞിരിക്കുകയാണ്. ഗുരുദേവന് ആരെയാണ് ഈ കൃതിയിലൂടെ പറയുന്നത്? ഏത് ദേവിയാണ് പറയുന്നത്? അറിവിന്റെ ദേവിയാകുമ്പോ സരസ്വതി, ശാരദാ സരസ്വതി, ശാരദാ ദേവിയാണ് പറയുന്നത്. ശാരദാ ദേവി നമ്മൾ എപ്പോഴൊക്കെയാണ് ഓർക്കുന്നത്? ഏത് നവരാത്രി സമയങ്ങളിൽ ഓർക്കൂല്ലേ? ആ സമയങ്ങളിൽ നമ്മൾ ശാരദാദേവി ഏത് സമയത്തും ഓർക്കും. പിന്നെയോ പിന്നെ ഏത് സമയത്താണ്? പിന്നെ എഴുത്തിന് ഇരുത്താൻ പോകുമ്പോ ഗണപതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് അക്ഷരദേവതയല്ലേ വിചാരിക്കുന്നത്. അപ്പോ അത്ര സമയം നമ്മൾ വിചാരിച്ചാ മതിയോ? എപ്പോഴും വിചാരിക്കണം. നമ്മൾക്ക് അറിവ് എപ്പോ തരുന്നോ ആ സമയങ്ങളിലെല്ലാം നമുക്ക് ദേവിയുടെ കടാക്ഷം വേണല്ലേ. വിദ്യക്ക് വേണം, സംഗീതത്തിന് വേണം, നൃത്തത്തിന് വേണം, എല്ലാത്തിനും ദേവിയുടെ കടാക്ഷം വേണം. എപ്പോഴാണ് നമ്മളുടെ മൈൻഡ് നല്ല പോലെ ഉണർന്നിരിക്കുള്ളൂ. ചില കുഞ്ഞു കുട്ടികളൊക്കെ കാണാൻ പാടില്ലേ, വയലിനൊക്കെ നല്ല പോലെ വായിക്കണം, നല്ല പോലെ കീർത്തനം പാടുന്നു. അവരൊക്കെ ദേവി തന്നെയായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് അറിവിനെ അമ്മ പ്രസവിക്കുന്നു. അതാരായിരിക്കും അറിവിനെ പ്രസവിക്കുന്ന ആള്? എല്ലാവരും പ്രസവിക്കും. ആ കൂട്ടത്തില് അറിവിനെയും പ്രസവിക്കും എന്ന് പറയുന്നത്. അതാരാണ് അറിവ്? ആരായിരിക്കും അറിവിനെ പ്രസവിച്ച? ആരായിരിക്കും? ഗുരുദേവൻ ഇല്ലേ? അറിവായിട്ട് തന്നെ പ്രസവിച്ചേക്കണത്. ചെറുതിലേ തന്നെ അറിവോടുകൂടി തന്നെ വന്നു. രമണ മഹർഷി, രാമകൃഷ്ണൻ ദേവനൊക്കെ ഇവിടെ അറിവിന് ഒരു ലേശം കുറവ് വന്നെന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്രകൃതി എന്ത് ചെയ്യും? അറിവിനെ പ്രസവിക്കും. അറിവ് ഇവിടെ കൃത്യമായിട്ട് വേണം. ഏത് ഭാഗത്തുള്ള അറിവാണ് കുറവെന്ന് വെച്ചാൽ ആ അറിവിനെ അപ്പൊ പ്രസവിക്കും. ഏത് സമയത്തും ഗതി പെറുന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്തും പ്രസവം നടക്കുന്നുണ്ടെങ്കിലും വളരെ ചുരുക്കമായിട്ട് എന്ത് ചെയ്യും? അറിവിനെ പ്രസവിക്കും. ഇടയ്ക്ക് മാത്രം ഒരെണ്ണമൊക്കെ. അത് എത്രയാ? കോടി ജന്മങ്ങൾ ജനിക്കുമ്പോഴായിരിക്കും ഒരറിവിനെ
പ്രകൃതി ദേവി പ്രസവിക്കുന്നത്. ഒരാള് രണ്ടാളല്ല, കോടികളിൽ ഒരാള് മാത്രമായിരിക്കും അറിവായിട്ട് വരുന്നത്, ആ അറിവിനെ പ്രസവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ അറിവോടുകൂടി വരുന്ന കുട്ടികളെ നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കും. അവര് കുഞ്ഞിലെ തന്നെ എവിടെ പോയിട്ട് അഭ്യസിച്ചിട്ടായിരിക്കും ഇതുപോലെ പാട്ട് പാടുകയും വയലിൻ വായിക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ. ഇനി അടുത്ത 2ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. എത്ര സമയം വരെയാ? 7:30 വരെയല്ലേ? അതെ അതെ. ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും മറി വല്ലാതെ ഇല്ലനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ആദ്യ അറിവാം തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി സല്ലാപമൊന്നും മതി എല്ലാവരും തിരയും ഉല്ലാഘ ബോധജനനി. ആ 2ാമത്തെ വരിയില് 1ാമത്തേതില് ഒന്നുകൂടി ചൊല്ലിയിട്ട് നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും മനസ്സിലാകാത്തയുണ്ടോ? ഏതെങ്കിലും ഭാഗം? ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്നാവിരാഭപടരും ചിന്നാവിയിൽ ത്രിപുടി എന്നാണറുമ്പടി കലർന്നാടിടുന്നു ജനനീ. മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഇത് അറിവിന്റെ ഇത് മത്തേവ വൃത്തത്തിലാണ് കേട്ടോ ഈ കൃതി എഴുതിയിരിക്കുന്നത്. അറിവിന്റെ ഒരു കൃതി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൂല. എന്നാലും എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയുന്നു. ഏതാണ്ടൊക്കെ മനസ്സിലായി. എന്നാലും ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഏകദേശം ഒരു രൂപത്തിൽ പറഞ്ഞാൽ ഏകദേശം ഒരു രൂപം കിട്ടിയോ? ഇങ്ങനെയാണെന്ന്. ഇത് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൂല. അതുപോലെ ഉള്ള ഒരു കൃതിയാണിത്. നല്ല അതും രത്നങ്ങളാണ്. നവരത്നം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് 9 രത്നങ്ങളാണ്. അറിവിന്റെ കൃതി ആയതുകൊണ്ടാണ് നമ്മൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകില്ലാത്ത. ഒന്നുകൂടി പറയണോ? അത് 1ാമത്തെ ഒന്നുകൂടി പറയണോ? ആകെ കൂടെ അത് വായിച്ചപ്പോ മനസ്സിലായി. അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അമ്മയോടാണ് പറയണത്. എങ്ങനെ? ഒന്നായ മാമതിയിൽ നിന്ന്. ഈ ഒരു അറിവെന്ന് പറയുന്ന ഇപ്പൊ ഈ ലോകത്തെ മൊത്തമായിട്ട് ധരിച്ചിരിക്കുന്നത് അറിവാണ്. ഈ അറിവിൽ നിന്നാണ് ലോകം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ജനിച്ചു വരുന്ന വസ്തുക്കളെല്ലാം നശിച്ചു പോകും. നമ്മൾ വീട് വെക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ആ വീട് പോകുന്നു. നമ്മൾ ജനിക്കുന്നു, നമ്മൾ നശിച്ചു പോകുന്നു. നമ്മളുടെ അടുത്ത് മൃഗങ്ങൾ ഉണ്ടാവുന്നു, മൃഗങ്ങളൊക്കെ പോകുന്നു. ഉണ്ടാകുന്ന വസ്തുക്കളൊക്കെ നശിച്ചു പോകുന്നു. എവിടെ നിന്നാണ് ഈ വസ്തുക്കൾ ഉണ്ടാകുന്നത്? ഉദാഹരണം പറഞ്ഞ കടലിൽ നിന്ന് തിരകൾ ഉണ്ടാകുന്നു. ഓരോ തിരകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ കടലിൽ നിന്ന് തന്നെയല്ലേ വരുന്നത്. തിരകൾ വന്ന് കരയ്ക്ക് അടിഞ്ഞു കഴിയുമ്പോൾ തിരകൾ പോകുന്നു. പക്ഷെ ഈ വെള്ളത്തിന് വല്ല മാറ്റം ഉണ്ടോ? വെള്ളം അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിൽ നിന്ന് തിരകൾ വന്ന് തിരകൾ കരക്കടിച്ച് മാറ്റി പോകുന്നു. എന്ന പോലെ ഈ മൊത്തമായിട്ടിരിക്കുന്ന അറിവിലാണ് നമ്മൾ ഓരോരുത്തരും ഒരു കുഞ്ഞു പുടങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ത്രിപുടി പുടങ്ങളായിട്ട് ജനിച്ചു വരുന്നത്. ആ മൊത്തത്തിലുള്ള അറിവിൽ നിന്ന് ആ ജനിച്ചു വരുന്ന നമ്മൾക്ക് വിവിധ സ്വഭാവം ഉണ്ടാകും, വിവിധ കഴിവുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ആ ത്രിപുടി ആ ജനിച്ച് വന്ന് അത് വളർന്ന് വലുതായി വളർച്ച പൂർത്തിയായി നശിച്ചു പോകുന്നു. അതാണ് ത്രിപുടി. വന്നാശു. അങ്ങനെ വരുന്ന സമയത്ത് എന്തു പറ്റും? നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കഴിയുമ്പോ പെട്ടെന്ന് മതി മറന്നു പോകും. ഈ വന്ന കാര്യങ്ങളും നമ്മളുടെ ഡ്യൂട്ടി എന്താണെന്നുള്ള കാര്യങ്ങളും മറന്നു പോകും. എന്താണ് കാരണം? അന്നം മുതലായ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ നമ്മുടെ ശരീരത്തിന് സുഖം കൊടുക്കുന്നതിന് വേണ്ടി, വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി, നമ്മൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ഓട്ടപ്പാച്ചലില് നമ്മൾ വീണു വലയും. അതിലേക്ക് പോയി വീണിട്ട് അതിൽ കിടന്ന് കഷ്ടപ്പെടില്ലേ? ഒന്നും കഷ്ടപ്പെടാൻ വേണ്ട. ഒരു വീട് വെക്കാൻ തുടങ്ങിയാൽ മതി. പിന്നെ എത്ര കഷ്ടപ്പാടെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ ഓരോന്നിലും പോയി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് നമ്മൾ ഈശ്വരനെ ഓർക്കും. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോഴേക്കും ഈശ്വരൻ ഇതെന്താ നടക്കാത്തതെന്നൊരു ചിന്തയിൽ നമ്മൾ ഓർക്കും. പക്ഷെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഓർമ്മ വരുന്നില്ല. എന്നാശയം ഗതി പെറും.
ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ വന്നിട്ട് ഗതിപ്പെറും എന്ന് പറഞ്ഞാലോ നമ്മളെ ഓരോരുത്തരെയും ആരാണ് പറഞ്ഞത്? നാദഭൂമിയില് ഈ അന്തിമ ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും അമ്മ പ്രസവിച്ചു വിടുന്നത്. പ്രകൃതി ദേവി പ്രസവിച്ചു വിടുന്ന എന്തിനാണ്? ഈ ജന്മസാഫല്യം വരാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഈ ജന്മം തീരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഇവിടെ വന്ന് ഈ അന്നം മുതലായ കാര്യങ്ങളിൽ ഉഴറി നടക്കുമ്പോൾ, അതിന് വീണ് വലഞ്ഞു നടക്കുമ്പോൾ നമ്മൾ ഈ ജന്മം തീരാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ വൈകും. എന്താന്ന് വെച്ചാൽ നമ്മൾ അതിനെപ്പറ്റി തിരിച്ചറിയില്ല. ഇപ്പൊ കടല് തന്നെ ഇങ്ങനെ ശാന്തമായിട്ടല്ലോ ഇരിക്കണ, തിര വന്നുകൊണ്ടിരിക്കും. ഈ തിരകൾ നമ്മൾ ആസ്വദിക്കും, കടലിനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഈ കടലിൽ നിന്നാണ് തിരകൾ വരുന്നത്. ആ തിരകൾ നിലനിൽക്കുന്നില്ല, നശിച്ചു പോകുന്നു. എന്ന പോലെ ഒറ്റയായിട്ടിരിക്കുന്ന ഈ അറിവിൽ നിന്ന് നമ്മൾ ത്രിപുടികളായിട്ട്, ഒരേ പുടങ്ങളായിട്ട്, അറിവിന്റെ ഒരേ കണങ്ങളായിട്ട് നമ്മൾ ജനിച്ചിട്ട് വന്നിട്ട് നമ്മൾ പോകും. പക്ഷെ ഈ അറിവിന് യാതൊരു മാറ്റമില്ല. അറിവ് അറിവായിട്ട് തന്നെ നിൽക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ സ്വർണ്ണമുണ്ട്. സ്വർണം പണിയാത്ത ഒരു വസ്തു ആണെങ്കിൽ അതിങ്ങനെ കട്ട പോലെ ഇരിക്കും. അതിനകത്തുനിന്ന് മാല ഉണ്ടാക്കാം, കമ്മലുണ്ടാക്കാം, വളയുണ്ടാക്കാം. ഈ കമ്മലും മാല എന്ന് വരുമ്പോ നമ്മൾ അതിനകത്ത് സ്വർണത്തെ അധികം കാണുന്നില്ല, ആ രൂപത്തെ കാണുന്നില്ല. സ്വർണ്ണക്കമ്മല്, സ്വർണ്ണമാല, അതുപോലെ രൂപത്തെ കാണുന്നു. ആ സമയത്ത് അത് വീണ്ടും ഉരുക്കി സ്വർണ്ണാക്കിയാലോ ഈ രൂപങ്ങളൊക്കെ അങ്ങോട്ട് പോയി. എന്ന പോലെ മൊത്തമായിട്ടിരിക്കുന്ന സ്വർണത്തിൽ നിന്നാണ് ഈ രൂപങ്ങളൊക്കെ വന്നത്. മോതിരം വരും, എല്ലാം വരും. ആ സ്വർണത്തിൽ നിന്ന് സ്വർണത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ ആ തിരിയിൽ നിന്ന് നിറയെ ദീപം കൊണ്ടുപോയി. പക്ഷെ ഈ കത്തിച്ച തിരിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്തെങ്കിലും കുറയോ കൂടുകയോ ചെയ്യണ്ടോ? ഇല്ല. ഇഷ്ടമാതിരി വിളക്ക് ആ ഒറ്റ തിരിയിൽ നിന്ന് കത്തിയിട്ടുണ്ട്. എന്ന പോലെ മൊത്തമായിട്ടിരിക്കുന്ന ഈ അറിവിൽ നിന്ന് ഒരു ചെറിയൊരു കണം മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. ആ അറിവിൽ നിന്നുള്ള കണമാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വരുമ്പോൾ ആശു മറന്നു പോകുന്നു. അതാണ് നമ്മളുടെ പ്രത്യേകത. അങ്ങനെ മറന്നു പോകുന്ന ആ അന്തിമ ലക്ഷ്യത്തെ എന്ത് ചെയ്യുന്നു? പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നേ എന്നുള്ള ആ ഒരു കാര്യം നമ്മളും മറന്നു പോകുന്നു. അങ്ങനെ ആ ലക്ഷ്യത്തെ പ്രാപിക്കുന്ന ആളുകള് നിത്യേന ചിട്ടയോടുകൂടി ജീവിച്ച്, ഗുരുവൊക്കെ അതേപോലെ തപസ് ചെയ്തിട്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ആ നാദഭൂമിയിൽ, നാദം എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ തന്നെ തുടങ്ങുന്നതിന് പിന്നെ ഓങ്കാരം ജപിച്ചു. മൂളുമ്പോ ആ മൂളുന്ന ആ നാദം, അത് നമ്മളുടെ ഉള്ളില് എപ്പോഴും ആ നാദം ഉണ്ട്, നമ്മൾ അറിയുന്നില്ല. അത് നമ്മൾ അത്ര സൂക്ഷ്മതയോടുകൂടി നോക്കണം. അത് ഗുരുവിനൊക്കെ അത് കേൾക്കാമായിരുന്നിരിക്കും. അങ്ങനെ ആ നാദഭൂമിയില് നമ്മള് എങ്ങനെ, ആ എവിടെയാണ് നാദഭൂമി ഇരിക്കുന്നത്? ചിന്നാഭി, ചിത്താകുന്ന ആ ചിത്തത്തിലാണ് അതിരിക്കുന്നത്. ആ അറിവിന്റെ കേന്ദ്രമാകുന്ന തത്വത്തില് ത്രിപുടി ആ സമയത്താണ്, ആ ചിന്നാഭിയിലേക്ക് നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ, ഈ നാദഭൂമിയിലേക്ക്, ഈ നാദത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേർന്നാല് അവിടെ പിന്നെ ത്രിപുടിയില്ല. ആ ത്രിപുടി അങ്ങോട്ട് തീർന്നു. പിന്നെ ജനന മരണങ്ങളൊന്നും ആ വലയിൽ നമ്മൾ പെടില്ല എന്ന് പറയാണ്. എന്നാണ് കലർന്ന് അലിഞ്ഞു ചേരുന്നത്? എന്നായിരിക്കും അങ്ങനെ ആ നാദഭൂമിയിലേക്ക്, ആ ചിത്താകുന്ന നാഭിയിലേക്ക് നമ്മൾ അലിഞ്ഞു ചേരുന്നെന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. നമ്മൾ ഇവിടെ വന്ന് ഒന്നായ മാമതിയിൽ, ആ ഒന്നായിരിക്കുന്ന അറിവിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ പെട്ട് കഴിയുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വന്ന കാര്യം മറന്നു പോകുന്നു. ഒന്നായിട്ടുള്ള അറിവിൽ നിന്നാണ്, ഒരു കുഞ്ഞറിവായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്ന. വീണ്ടും ആ അറിവിലേക്കാണ് പോയി ലയിക്കുന്ന എന്നുള്ള കാര്യം മറന്നു പോയിട്ട് ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് നമ്മുടെ മനസ്സ് അതിനകത്ത് കിടന്ന് വീണ് വലഞ്ഞ് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഈശ്വര ചിന്ത ചെയ്യണം എന്ന് വിചാരിച്ച് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കണ്ട. ഞാൻ ഈ ഒരു കടിച്ചാ പൊട്ടില്ലാത്ത ഇല്ല ഉറക്കം വരുന്നില്ല. അതുകൊണ്ടാണ് ക്ഷീണം വന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ചിന്ത വരുന്ന ആർക്കാണ് വരുന്നതെന്ന് വെച്ചാൽ നിരന്തരമുള്ള അഭ്യാസം വേണം. അതിന് നിത്യം നമ്മൾ അഭ്യസിക്കണം. ഒരു ദിവസമല്ല, ദിവസവും നമ്മൾ അഭ്യസിച്ചാലാണ് ഈ ശരീരവും മനസ്സും
ഇതിന് വഴങ്ങുള്ളൂ. അങ്ങനെ വഴങ്ങിക്കഴിഞ്ഞാല് എന്നാണ് ആ ചിന്നാഭിയിൽ അലിഞ്ഞു ചേരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ത്രിപുടി അറുംപടി എന്നാണ് കലർന്ന് ആറിയിടുന്നത്. എന്ന് അതിനകത്തേക്ക് ചെന്നിട്ട് ആറിടുക എന്ന് വെച്ചാൽ ശാന്തമായിട്ട് ഇരിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ. ഏകദേശ രൂപം കിട്ടിയോ? കിട്ടിയിട്ടുണ്ടോ? ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി, ഒന്നായിട്ടിരിക്കുന്ന അറിവിൽ നിന്ന് ഓരോ നിമിഷവും 1000 ത്രിപുടികൾ ഇങ്ങനെ ജനിച്ച് വലുതായി നശിച്ചു പോകുന്നു. ത്രിപുടി വന്നാശു തന്മതി മറന്ന്, ആ വന്നിട്ട് പെട്ടെന്ന് അത് മറന്നു പോകുന്നു. ആര്? നമ്മള്. എന്ത്? അന്നാദിയിൽ അന്നം മുതലായ ആ ആഗ്രഹം വരുമ്പോൾ അതിനകത്ത് വീണിട്ട് നമ്മള് ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. നമ്മൾ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ട് ലാസ്റ്റ് നമുക്ക് നാമം ജപിച്ച് നമ്മുടെ മനഃശുദ്ധിയൊക്കെ വന്ന് നമ്മള് മെഡിറ്റേഷനൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ആ അറിവിനെ പറ്റി ചിന്തിച്ച് ആ അറിവിലേക്ക് ലയിച്ചു ചേർന്ന് എപ്പോഴാണെന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ചോദിച്ചിരിക്കുന്നത്. അറിവിൽ നിന്നാണ് വന്നത്, ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർന്ന് ആ അറിവിലേക്ക് തന്നെ ലയിച്ച് ചേരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, ഇല്ലാതെ മായയിടും ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ലനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതു എല്ലാം ഒരാദി അറിവാം തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി സല്ലാപമൊന്നും അതിൻ എല്ലാവരും തിരയും ഉല്ലാക ബോധജനനി. എല്ലാവരും തിരയുന്നത് ഒരു വസ്തുവാണ്. എല്ലാവരും തിരയും എന്ത്? ഉല്ലാക ബോധജനനി. സത്യാന്വേഷികളായ എല്ലാവരുടെയും ലക്ഷ്യമായിരിക്കുന്നത് ഈ രോഗം ഏതുമില്ലാത്ത ബോധസ്വരൂപിണിയായ അമ്മേനെയാണ്. രോഗമൊന്നുമില്ലാതെ ഇരുന്നാലാണ് ആ ബോധത്തിലാണ് ആര് തെളിഞ്ഞു വരുന്നത്? അമ്മ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ആത്മീയ ജ്ഞാനം ലഭിക്കാനായിട്ട് ശ്രമിക്കുന്നത് ചെറുപ്രായത്തിലേ വേണമെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾക്ക് രോഗാദി ദുരിതങ്ങൾ അലട്ടില്ല. മനസ്സിൽ വേറെ വേറെ കാര്യങ്ങളൊന്നും വന്ന് കേറില്ലാത്ത സമയത്തേ തുടങ്ങണം എന്ത്? ആത്മീയ അന്വേഷണം. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ചെന്ന് അലഞ്ഞു കഴിയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇങ്ങനെ നേരെയാക്കാനായിട്ട് താമസം വരും. ഇല്ലാതെ എല്ലാവരും തിരയുന്ന ആ സത്യാന്വേഷികളായിട്ടിരിക്കുന്ന ആ ബോധജനനി, ഉല്ലാക ബോധജനന് ഇല്ലാതെ മായയിടും. ഈ മായയായിട്ട് മായ എന്ന് പറഞ്ഞാല് നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം അതിനകത്ത് സത്യമായിട്ടിരിക്കുന്ന വസ്തുവിൽ മറച്ചു വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. സ്വർണമാണെങ്കിലും ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന പാത്രങ്ങളാണെങ്കിലും അതിനകത്ത് മണ്ണാണെന്നറിയില്ല, പാത്രത്തിന്റെ രൂപം കാണും. ഇപ്പം ഈ രാത്രിയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ കയറ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു പാമ്പാണെന്ന്. അതൊക്കെ മായയാണ്. ആ സമയത്ത് നമ്മൾ ഒരു രൂപത്തെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ആ ഇല്ലാതെ മായയിടുക. ആ ഇല്ലാത്ത മായയെ നമ്മൾ കണ്ടിട്ട് ഉല്ലാസം ഒന്ന് വീണ്ടും വീണ്ടും പൊന്തി വന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഒന്നും തന്നെ അറിവല്ലാതെ ഇല്ല. കേവലമായ അറിവിലാണ്, ചിന്മാത്ര സത്യത്തിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. ഈ മായ കൊണ്ട് ഇങ്ങനെ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു നമ്മളെ. ഇപ്പൊ റോട്ടിൽ വെയിലുള്ള സമയത്ത് നമ്മൾ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ വെള്ളം ഇങ്ങനെ ഓളം വിട്ടുന്ന പോലെ തോന്നും. പക്ഷെ അവിടെ വെള്ളമില്ല, അത് നമുക്ക് തോന്നുന്നതാണ്, കാനൽ ജലം എന്ന് പറയും. അതുപോലെ തന്നെ ഇരുട്ടത്തോടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിടക്കുന്ന കണ്ടാൽ നമുക്ക് പാമ്പാണെന്ന് തോന്നും. അത് വിളക്ക് കൊണ്ടുവരുമ്പോൾ അത് പാമ്പല്ല, വിറകായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ചില മായ കൊണ്ട് നമ്മളെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ശരീരം ഉള്ളതാണെന്ന് വെച്ചിട്ട് ഈ ശരീരത്തിന് ഇങ്ങനെ പൊതിഞ്ഞ് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ധരിപ്പിച്ചിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന. അത് ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. ശരീരം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ. അത്ര സംരക്ഷണയോടുകൂടിയാണ് നമ്മൾ ശരീരത്തെ കൊണ്ടുനടക്കുന്നത്. ആ ശരീരം ഇല്ലാത്തതാണെന്ന് ഉള്ള മായാബുദ്ധി നമ്മളെ അങ്ങോട്ട് മറച്ചു വെച്ചിരിക്കുകയെന്ന്. അപ്പൊ നമ്മളിങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുനടക്കില്ല. അതിൻ്റെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കണേ. ശരീരം എന്ന് പറയുന്ന ഒരു കവറിങ് ആണ്.
അതിന്റെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ ഭഗവാനെ വെച്ചിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ് ഈ ശരീരം കൊണ്ട്. അപ്പൊ ആ ശരീരം നമ്മളിങ്ങനെ ശരീരം മാത്രമാണ് സത്യം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഈ ശരീരത്തെ മാത്രം പോഷിപ്പിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യും? അത് മായയെ പോഷിപ്പിക്കുന്ന പോലെ. മായ എന്ന് പറയുന്ന മായ ഇല്ലാത്തതാണ്, അത് ഉണ്ടാക്കി കാണിക്കും. അപ്പൊ മായ എങ്ങനെ ശരീരത്തെ ഉള്ളതുപോലെ കാണിക്കും. ശരീരം എന്ന് വെച്ചാൽ ഉണ്ടാകും, വർദ്ധിക്കും, ക്ഷയിക്കും. അതാണ് ശരീരം. ക്ഷീയത എഴുതി ശരീരം അങ്ങനെ പോകുന്നതാണ് ശരീരം. ആ ശരീരം ഇല്ലാത്തതാണ്, അതിലിരിക്കുന്ന അറിവിന്റെ ഒരു കണ മാത്രമാണ് ഉള്ളതെന്ന് വിചാരിച്ചിട്ട് നമ്മള് ആ ശരീരത്തെ അങ്ങനെ കൊണ്ടു നടക്കും. അതിന്റെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അറിവില്ലാതെ ഒന്നുമില്ലാന്ന്, കേവലമായിട്ടുള്ള ഈ അറിവിലാണ് ചിന്മാത്ര എന്ന് നമ്മൾ കാണുന്നത്. ചിത്തിലിരിക്കുന്ന ആ സത്യമായിട്ടിരിക്കുന്ന വസ്തു കേവലമായിട്ടുള്ള ഈ അറിവ് മാത്രമാണ്. ഈ ശരീരം വിട്ടുപോകും, ആ അറിവ് എന്നാലും നിൽക്കും, ഇല്ലേ? നമ്മൾ കാണുന്നില്ല. ഈ ശരീരത്തിൽ നിന്ന് ഈ പ്രാണൻ എവിടേക്കാണ് പോകുന്നതെന്ന് കാണുന്നില്ല. ശരീരത്തിലേക്ക് പ്രാണൻ എങ്ങനെ വരുന്നതെന്നും നമ്മൾ കാണുന്നില്ല. ഈ രണ്ടവസ്ഥയും നമ്മൾക്കറിയില്ല. ശരീരം ഉണ്ടെന്ന് നമ്മൾക്കറിയാം, ഈ പ്രാണൻ പോകുന്നത് അറിയുന്നില്ല, ഈ പ്രാണൻ ശരീരത്തിലേക്ക് വന്നു ചേരുന്നത് അറിയുന്നില്ല. ഈ പ്രാണൻ ശരീരത്തിലേക്ക് വന്നു ചേരുന്ന അവസ്ഥ ഗുരുദേവൻ നന്ദിയിലൂടെ പറയുന്നുണ്ട്. എങ്ങനെയാണ്? ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടമായിട്ടിരിക്കുമ്പോ ഒരു അണ്ടവും ഒരു ബീജവും കൂടി ചേർന്നിട്ട് ഒരു മുട്ടുസൂചിയുടെ വലിപ്പത്തിലുള്ള പിണ്ടമായിട്ടാണ് ഈ ഒരു ജീവൻ നമ്മുടെ അമ്മയുടെ ശരീരത്തിലേക്ക് വരുന്നത്. അത് പല ദിവസങ്ങളായിട്ട് വലുതായി, പല രൂപങ്ങളായി, അണ്ടം പോലെയായി, പിന്നെ അതിന് അവയവങ്ങളൊക്കെ വെച്ച് ആ സമയത്തൊക്കെ അവിടെ ആരുമില്ല ഈ പിണ്ടത്തിനെ കാത്തു രക്ഷിക്കാനായിട്ട്. ആ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ ആരെങ്കിലും രക്ഷിക്കേണ്ട? അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ഒന്നുമില്ല വയറിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കാൻ. അതൊക്കെ ഗുരുദേവന പിണ്ടം നന്ദിയിലൂടെ പറയാണ്. ആ കുഞ്ഞിനെ വലുതാക്കി. എങ്ങനെ വലുതാക്കണോ? ഒരു ആപത്തും കൂടാതെ എല്ലാ അവയവങ്ങളും വെച്ചു കൊടുത്ത്, എല്ലാ കാര്യങ്ങളും ഹൃദയം എല്ലാം കറക്റ്റായിട്ട് വെച്ചു കൊടുത്താണ് ഭഗവാൻ ആ കൃത്യ ദിവസം കൃത്യസമയത്ത് നമ്മളെ പുറത്തു വിടുന്നത്. അപ്പോ ആ ഒരു ഇത് എല്ലാം കഴിയുമ്പോഴാണ് ഭഗവാൻ അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. ഈ 24 തത്വങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പഞ്ചഭൂതങ്ങള്, പിന്നെയോ ഇന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയം എന്ന് പറയുമ്പോ ചെവിയൊക്കെ കൊടുക്കൂല, ചെവി കാലും കൈയും ഒക്കെ കൊടുക്കും. ജ്ഞാനേന്ദ്രിയം, പിന്നെയോ പഞ്ചപ്രാണൻ. ഇപ്പൊ എത്രയായി? പഞ്ചഭൂതങ്ങൾ, കർമ്മേന്ദ്രിയ, ജ്ഞാനേന്ദ്രിയം, പഞ്ചപ്രാണൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അങ്ങനെ 24 തത്വങ്ങളുടെ ഉള്ളിലേക്കാണ് ഭഗവാൻ ചെന്നിരിക്കുന്നത്. ആ 24 തത്വങ്ങളും ചേരണമെങ്കിൽ എത്ര ദിവസം വേണം? 24 തത്വങ്ങൾ ചേരാനായിട്ട് 209 മാസം എന്ന് പറയുമ്പോ എത്ര ദിവസമാകും? അത്രയും ദിവസങ്ങൾ കൊണ്ടാണ് ഈ തത്വങ്ങളൊക്കെ ചേർന്നിട്ട് ഭഗവാൻ അതിനകത്ത് കടന്നിരിക്കുന്നത്. ഒരു 8 മാസമൊക്കെ ആകുമ്പോഴേക്കും ഭഗവാൻ അതിനകത്ത് കടന്നിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ആ ശരീരത്തില് നമ്മള് അറിയുന്നില്ല ഭഗവാൻ അതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന്. ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഇങ്ങനെ ഒരു 6 കുട്ടികള് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോ ഈ കൃഷ്ണനായിട്ട് കളിക്കുന്ന ഇപ്പൊ കൃഷ്ണനോട് ചോദിച്ചു, എന്നാണ് നീ എന്റെ ഹൃദയത്തിൽ ഇരുന്നൊന്ന് കളിക്കുന്നേന്ന് ചോദിച്ചു. ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, കളിക്കാം, ഹൃദയത്തിൽ കളിച്ചാ പോരെ, കളിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നാണെന്ന് ചോദിച്ചു. അത് ഇന്ന് തന്നെ ആയാലും കുഴപ്പമില്ല, എന്ന് വേണേലും കളിക്കാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ വരാന്ന് പറഞ്ഞു. കുട്ടികളെ 6 പേരെയും നല്ലപോലെ ഇരുത്തിയിട്ട് പ്രാർത്ഥിക്കാനാക്കിയിട്ട് കൃഷ്ണൻ പതുക്കെ അവിടുന്ന് ഒന്ന് മറിഞ്ഞ് കുട്ടികൾ എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടി. കൃഷ്ണൻ ഒരു കണ്ണിൽ നിന്ന് അങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോണ്ടേ കുട്ടികൾ നല്ല കളിയാ, പ്രാർത്ഥിക്കണില്ല. അവര് ആദ്യം എന്ത് ചെയ്തോ അത് തന്നെ വീണ്ടും ചെയ്യണ. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, നിങ്ങളോട് എന്താ പറഞ്ഞിട്ട് പോയത്? പറഞ്ഞത് അവര് മറന്നേ. മറന്ന ആശു എന്ന് പറയുന്നുണ്ട് ഇവിടെ, നമ്മളും മറന്നു പോകും. അപ്പൊ ആരുടെ ഹൃദയത്തിലാണ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്? അത് കളിക്കാതെ എന്താ, നല്ല അടിയും പിടിയും ഒക്കെയാണ് ചെയ്യുന്നത്. ആ ഹൃദയത്തിൽ എങ്ങനെ ഞാൻ വന്നിരിക്കണേന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ഇരിക്കും? ഇവരിങ്ങനെ ഗുസ്തിയൊക്കെ അടിക്കല്ലേ.
അപ്പൊ നമ്മളിൽ ഓരോരുത്തരിലും ഈ 6 വികാരങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഷഡ്വികാരങ്ങൾ. ഏതൊക്കെയാണത്? അസൂയ, ആ, ആഗ്രഹം, ആ, കാമം, പിന്നെ ആശകൾ, ആ, ആശകള്, പിന്നെ അങ്ങനെ 6 വികാരങ്ങൾ അഹങ്കാരം. അഹങ്കാരം എല്ലാം നമ്മുടെ ഹൃദയത്തിൽ ലോഭമോഹങ്ങൾ ക്രോധ, ലോഭ, ലോഭമോഹം മോഹം, മതം, മാത്സര്യം. മതമാത്സര്യം അതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാന് വന്നിരിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാകും എന്ന് ഭഗവാൻ പറയാണ്. ഈ ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങളെ അടക്കുകയാണ് എന്ത് ചെയ്യണ? ഈശ്വര ഭജനത്തിലൂടെ ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാം ഈ വികാരങ്ങൾ കയറി വരും. ഈ വികാരങ്ങൾ ഒതുക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ? എങ്ങനെ? ഇപ്പൊ ഒരു പൈസയാണെങ്കിൽ അതിന് 2 വശം ഉണ്ടാകും. ഒരു വശത്തെ അതിന്റെ തൊട്ട് എഴുതിയിട്ടുള്ളൂ, മറ്റേ വശം വെറുതെ കിടക്കുക. എന്ന പോലെ ഏതൊരു വികാരങ്ങൾക്കും അതിന് നെഗറ്റീവ്സ് ഉണ്ടാവും, എന്നാലാണ് പോസിറ്റീവിന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ കാമക്രോധ, ലോഭ, മോഹങ്ങളൊക്കെ ഏത് സമയത്തും വന്നുകൊണ്ടിരിക്കും. അതിനെ ഒഴിവാക്കിയിട്ട് ഒരാൾക്ക് പോലും ജീവിക്കാൻ പറ്റില്ല. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യാനുള്ള ശക്തി തരാനാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ജനനിയോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട, നല്ല അറിവ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അറിവല്ലാതെ ഇല്ല, കേവലമായ അറിവിൽ മാത്രമല്ലാതെ അതിൽ നിന്ന് അന്യമായിട്ട് ഒരറിവും ഇല്ല എന്ന്. അനിലനും വായുവും കല്ലും ആഴിയും, ആഴി എന്ന് വെച്ചാൽ ഭൂമിയും ജലവും അഗ്നിയും, ഇതെല്ലാം അങ്ങനെ കൂട്ടിയിട്ടാണ് നമ്മുടെ പഞ്ചഭൂതങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ശൂന്യമതു, കൂടാതെ ആകാശവും കൂടെ കൂട്ടിയിട്ടാണ് ഈ പഞ്ചഭൂതങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഈ ശരീരം തുടങ്ങണത്. എന്നീ പഞ്ചഭൂതങ്ങൾ അവയുടെ പഞ്ചീരൂപമായ പ്രപഞ്ചവുമൊക്കെ, ആ പ്രപഞ്ചത്തിൽ നിന്നെടുക്കുന്ന പഞ്ചഭൂതങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളുടെ ഈ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാദ്യ അറിവ്, ആദ്യ കാരണമായിരിക്കുന്ന അറിവ് തന്നെയാണിത്. ഈ പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന എന്നുള്ള അറിവാണ് നമ്മൾക്ക് എപ്പോഴും വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ജലം മലിനമാക്കിക്കൂടാ, വായു മലിനമാക്കിക്കൂടാ, അഗ്നിയെ മലിനമാക്കിക്കൂടാ. നമ്മുടെ സംസ്കാരത്തിൽ മാത്രമാണ് ഇവരെയൊക്കെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഗംഗ ആരതി നടത്തുന്നു, അതുമാതിരി വായുവിന് നമ്മൾ ഹോമാദികളൊക്കെ നടത്തുന്നു, അഗ്നിയെ പൂജിക്കുന്നു. അഗ്നിയെ തവ തേജസ് ഭ്രാമം അധസ്ഥം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധി ഇരിതി സപ്ത ജിഹ്വാഹ ത്വയി വിഷയായിതി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി. അങ്ങനെ അഗ്നിയെ നമ്മൾ ഹോമിക്കുന്നു, അഗ്നിയിലേക്ക് നമ്മൾ ഹോമിക്കുന്നു. ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾ എപ്പോഴും ഏത് സമയത്ത് ശുദ്ധമായിട്ട് സൂക്ഷിക്കണം. അതിന് എന്തൊക്കെ ചെയ്യണം? ഗുരുദേവൻ പറയുന്നുണ്ട്, പരിസരമൊക്കെ ശുദ്ധിയായിരിക്കണം, ഗൃഹശുദ്ധി വേണം, ശരീരശുദ്ധി വേണം, മനഃശുദ്ധി വേണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ശുദ്ധികളൊക്കെ ചേർന്നാലാണ് എന്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ? നമ്മുടെ ഉള്ളിലുള്ള ഭഗവാന് ശുദ്ധമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അവിടെ ഇവിടെയൊക്കെ തൂളിയൊക്കെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത വരും. അപ്പൊ ഒരു അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാന്ന് വെച്ചാലും നമ്മുടെ മനസ്സ് നേരെ ഇരിക്കില്ല. ശുദ്ധമായിട്ട് ഇരിക്കുന്നിടത്താണ് വിളക്ക് വെക്കുമ്പോഴൊരു പ്രത്യേക ഒരു പ്രകാശം ഉണ്ടാവുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണമെന്ന് ഗുരുദേവൻ പറയുകയാണ്. തല്ലാകവം പറയിൽ ഈ കേവലമായ അറിവിന്റെ സരളതയും അനായാസതയും ചിന്തിച്ച് കണ്ടെത്തി പറയുകയാണെങ്കിൽ ആരണം ക്രിയകളില്ല എന്ന് വെച്ചാൽ ഈ വേദഭാഗങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങളൊന്നും ഒരു വിലയുമില്ലാത്തതാണ്, വിലയുമില്ലാതെ തീരും. എന്ന് വെച്ചാൽ ഇപ്പൊ ക്ഷേത്രത്തിൽ പോയി ശാന്തിക്ക് കുറച്ച് വഴിപാടിനൊക്കെ പൈസ കൊടുത്ത് നമ്മൾ ഇങ്ങോട്ട് പോരും, നമ്മൾക്കൊരു ഉത്തരവാദിത്വമില്ല, ഇല്ലേ? അത് ശാന്തി വേണമെങ്കിൽ ചെയ്തോളണം. ആ വഴിപാടുകളൊക്കെ ആർക്ക് വേണ്ടിയിട്ട്? നമ്മൾക്ക് വേണ്ടിയിട്ട്. നമ്മളൊരു പ്രാർത്ഥന പോലും അവിടെ ഒന്നും ചെയ്തില്ല, വേഗം തന്നെ കാശൊക്കെ കൊടുത്ത് ചീട്ടാക്കി അത് നടയിൽ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ വേഗം പോരും, നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ അവിടെ ഇരുന്നൊന്നും നാമം ജപിച്ചേക്കാന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഗുരുദേവന്റെ ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾ ചിലപ്പോൾ നാമം ചൊല്ലും. സാധാ ക്ഷേത്രങ്ങളിൽ പോയാൽ ചെയ്യുന്ന പണി അതാണ്, വേഗം തന്നെ കൗണ്ടറിൽ പോയി ചീട്ടെടുക്കും, അത് അവിടെ കൊണ്ടുപോയി സമർപ്പിക്കും. നമ്മൾക്ക് എന്തെങ്കിലും പ്രസാദം കിട്ടിയാൽ വാങ്ങി നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത്? അതാണ് ആരണം ക്രിയകൾ. നമ്മൾ എന്താണ് ചെയ്യണതെന്ന് അറിയാതെ നമ്മൾ ഓരോന്ന് ചെയ്യും.
മതി മല്ലാടുകയില്ല. ആ ആ അറിവിന് ചാഞ്ചാട്ടവും ഉണ്ടാവുകയില്ല. അങ്ങനെ ഈ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് അറിയാതെയാണ് ചെയ്യണമെന്നുള്ളൊരു ചാഞ്ചാട്ടം ഉണ്ടാകില്ല. ഈ സല്ലാപം ഒന്ന് മതി. അതിനാൽ അതീവ ലഘുത്വമുള്ള ചിദ്വസ്തു ആയിരിക്കുന്ന നിന്നെ പ്രാപിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ. ആ ചിദ്വസ്തു ആയിട്ടിരിക്കുന്ന ആ അമ്മയെ പ്രാപിക്കണമെങ്കിൽ ഈ വഴിപാടുകളോ ഈ പായസങ്ങളോ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല എന്ന് ഗുരു ഈ ജനനി നവരത്ന മഞ്ജരിയിലൂടെ പറയാണ്. ശാന്തിക്ക് പൈസ കൊടുത്താല് ശാന്തിക്ക് ഇഷ്ടമുണ്ടെങ്കിലാണ് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നമ്മൾക്ക് നമ്മളെ പ്രാർത്ഥിച്ചുകൂടെ? ഇല്ലേ? നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തുകൂടെ? അത് ചെയ്യാതെ അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിന് കാശും ആ കൗണ്ടറിൽ കാശും കൊടുത്ത് അദ്ദേഹത്തിന് ഒരു പണിയും കൊടുത്തിട്ട് പോരുന്ന ആ ഒരു ഇത് എന്ത് ക്രിയകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആരണം ക്രിയകളാണ്. അതിന്റെ ആവശ്യമില്ല. ആ സമയത്ത് നമ്മൾ ആ അമ്മയെ മനസ്സുകൊണ്ട് ധ്യാനിച്ചു കഴിഞ്ഞാല് ആ നല്ല അറിവിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരും എന്ന് സൂചിപ്പിക്കുകയാണ് ഈ രണ്ടാമത്തെ കൃതിയിലൂടെ. ഒന്നാടെ നമ്മൾ വായിക്കാം. ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല നിലനും, കല്ലാരിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദിയറിവാം, തല്ലാകവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി, സല്ലാപമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഗബോധ ജനനീ. എല്ലാവരും തിരയുന്ന ആ ബോധരൂപത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ ദേവി ഇരിക്കുന്നത്? ഉല്ലാഗ ബോധജനനി, ബോധരൂപത്തിലാണ് ഇരിക്കുന്നത്. നല്ല തിരിച്ചറിവോട് കൂടിയാണ് ഇരിക്കുന്നത്. ആ തിരിച്ചറിവാണ് എന്ത്? എല്ലാമായിട്ടിരിക്കുന്ന ഈ അറിവിൽ നിന്ന് നമ്മൾ ഒരറിവിന്റെ ഒരു കണിക മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. എവിടേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്? ആ എല്ലാമായിരിക്കുന്ന അറിവിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. അന്നം മുതലായ കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സും ശരീരവും ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ആ ചിന്തയിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തി കൊണ്ടുവന്ന് ഈ ഒരു ചിന്തയിലേക്ക് വരണമെങ്കിൽ വലിയ താമസമാണ്. ഗുരു അതിന് നമ്മൾക്ക് മാതൃകയായിട്ടൊക്കെ കാട്ടി തന്നുണ്ട്. എന്തൊക്കെ? 5 വർഷം ഗുരു മരുത്വമലയിൽ പോയി തപസ്സിരുന്നു, ഇല്ലേ? അറിയോ? അറിയായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും, ഇല്ലേ? 5 വർഷം തപസ്സിരുന്നു. അവിടെ ഭക്ഷണം ഒന്നും എങ്ങനെയാ അത്രയും വലിയ മലമുകളിലേക്ക് ഭക്ഷണം കൊണ്ട് ആരെ പോകുന്ന? ആരും ഭക്ഷണം കൊണ്ട് കൊടുക്കാനുണ്ടായില്ല. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ വിശപ്പ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലേ, വിശക്കുമ്പോ കിട്ടുമ്പോഴാ നമുക്ക് വീണ്ടും വീണ്ടും വിശപ്പ് വരുള്ളൂ. കുറച്ച് ദിവസം നമ്മൾ കഴിക്കാതിരുന്ന പിന്നെ കഴിക്കണമെന്നേ തോന്നില്ല. നമ്മൾ അപ്പൊ ഈശ്വര ചിന്ത കൂടുതൽ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് ഇല്ലാതിരുന്നു. ഇങ്ങനെ വിശപ്പ് സഹിക്ക വയ്യാതായപ്പോ ഒരാള് എന്തോ അപ്പം പോലെയുള്ള എന്തോ സാധനം കൊണ്ടുവന്ന് കൊടുത്തു. അതാരായിരുന്നു? ഒരു കുഷ്ഠരോഗിയായിരുന്നു. കൈയും കാലൊക്കെ ഇങ്ങനെ കുഷ്ഠം വന്നിട്ട് മുറിഞ്ഞു പോയ ഒരാളായിരുന്നു. വിശപ്പിന്റെ ആ ഒരു കാഠിന്യം കാരണം അത് വാങ്ങി കഴിച്ചു. അവിടേക്ക് ഒരു ആളുകളൊന്നും ചെല്ലൂല മരുത്വമലയിലേക്ക്. അത്രയും കയറ്റമല്ല അന്നക്കാലത്ത്, കാടല്ലേ. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോ ആ ആളെ കാണാനുണ്ടായില്ല. കുഷ്ഠരോഗിയായിട്ട് ആള് വന്നത്, ആളെ കാണാനുണ്ടായില്ല. ആരാണ് കൊണ്ടുവന്നേന്ന് നോക്കിയില്ല, ഭക്ഷണം കഴിച്ചു. അത് ശിവൻ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു തട്ടത്തിലേക്ക് എത്തുമ്പോ നമ്മളെ ഭഗവാൻ കാത്തു രക്ഷിക്കും. എന്താ വേണ്ടേന്ന് വെച്ചാല് അത് നമ്മൾക്ക് തന്ന് രക്ഷിക്കും. ആ ഒരു അറിവാണ് നമ്മൾക്ക് വേണ്ടത്. അത് എത്ര വർഷം തപസ് ചെയ്യേണ്ട വന്നു? 5 വർഷത്തോളം ഗുരു ആ തിരുവല്ലാമലയിൽ ഇരുന്നു. അങ്ങനെ തപസ്, കഠിനമായിട്ട് തപസ്. ആ തപസ്സിന്റെ ആ അറിവിനെ ഒരു ശക്തിക്കും തോപ്പിക്കാൻ പറ്റില്ല. ആ തപസ് ചെയ്ത അറിവ് കൊണ്ടാണ് ഗുരു താഴേക്ക് ഇറങ്ങി വരുന്നത്. ആ അഗ്നി ജ്വലിക്കുന്ന പോലെയുള്ള തപസ് ചെയ്തിട്ടാണ് ഗുരു താഴേക്ക് വന്നത്. അപ്പൊ ഗുരു 2 മിനിറ്റ് കൂടെ ഉണ്ടേ. 2 മിനിറ്റ്. ഞാൻ അതുകൊണ്ട് 2 ശ്ലോകം എടുത്തിട്ട് നിർത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അറിയില്ല മനസ്സിലാവുന്നുണ്ട്, നല്ലപോലെ മനസ്സിലാവുന്നുണ്ടല്ലേ?
അപ്പൊ ആ തപസ് നമ്മൾക്ക് ഒരു കാട്ടി തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾക്ക് വായിക്കാൻ പറ്റും, നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഗുരുവിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. ഈ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനനി നവരത്ന മഞ്ജരി ശാരദാ പ്രതിഷ്ഠ നടത്തിയപ്പോൾ എഴുതിയിരിക്കുന്നത്. നമ്മൾക്ക് ആ കാലത്ത് നമ്മൾക്ക് അറിവിന്റെ തലത്തിലേക്ക് നീങ്ങാൻ പറ്റില്ലായിരുന്നു. എന്താന്ന് വെച്ചാല് സ്കൂളിലൊന്നും പഠിക്കാനായിട്ട് അത്ര പറ്റില്ല, വഴി നടക്കാൻ പറ്റില്ല, ഇങ്ങനെ സംസർഗമൊന്നും പറ്റില്ലാത്ത ഒരു കാലഘട്ടത്തില് ഇത്രയും കട്ടിയായിട്ടുള്ള ഒരു കൃതി എഴുതി ഇന്ന് നമ്മൾ എത്ര ശ്രമിച്ചാലും അത് മനസ്സിലാകുന്ന ആ ഗുരുവിന്റെ പാദങ്ങളില് കോടി കോടി പ്രണാമങ്ങൾ അർച്ചിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് ജനനി നവരത്ന മഞ്ജരി എടുക്കാനായിട്ട് അവസരം തന്ന ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും എന്റെ പ്രത്യേകം നമസ്കാരം, നന്ദി. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. എനിക്ക് ഒരു കട്ടിയായിട്ടുള്ള ഒരു കൃതിയാണിത്, രത്നങ്ങളാണ്. അപ്പൊ എത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് അറിയില്ല. നന്ദി, നമസ്തേ. പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഹരി ഓം സ്വാമിജി. അപ്പൊ ഇതുവരെ നമുക്ക് ജനനി നവരത്ന മഞ്ജരി ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളെ കുറിച്ച് വളരെ ലളിതമായിട്ട് ആവർത്തിച്ച് നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന സ്വാമിനി വിഷ്ണുപ്രിയാജിക്ക് നമ്മുടെ പേരിൽ, എല്ലാവരുടെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഹരി ഓം. അതേപോലെ ഇന്ന് ഇവിടെ ശ്ലോകങ്ങൾ ചൊല്ലിയ ഇന്ദിരാദേവി അക്ക, ലാലി അക്ക, പഞ്ചാക്ഷൻ അണ്ണൻ, ഓമന സി കെ അക്ക, ഇവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇതോടെ ഇന്നത്തെ അദ്വൈതാമൃതം 24ാമത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഹരി ഓം. ശാന്തി മന്ത്രം ചൊല്ലി നമ്മുടെ ഇന്നത്തെ പാരായണം പൂർത്തിയാക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.